ഹലോ ഗൈസ്, നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ടു ഡു ലിസ്റ്റ് ബോർഡാണ്. ആദ്യം തന്നെ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റും. നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ എഴുതി വയ്ക്കാം അതിൻ്റെ അകത്ത്. എന്നിട്ട് ചെയ്ത് കഴിയണനുസരിച്ച് നമുക്കിത് മായ്ച്ച് പോകാം. ടു ഡു ലിസ്റ്റ് ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. A4 സൈസ് പേപ്പർ എടുത്ത് വീതി കൂടിയ ഒരു സ്കെച്ച് പെന്നോ മാർക്കർ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. കോളം പോലെ നമ്മൾ ഗ്രിഡ് ലൈൻസ് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കളർ പേനോ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ നടുക്കൂടെ ക്രോസ് ചെയ്ത് ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ബൈൻഡോ എന്തെങ്കിലും അതിൻ്റെ ബാക്കിൽ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിൽ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ടു ഡു ലിസ്റ്റ് എന്ന മോളിൽ ഞങ്ങളുടെ ഹെഡിങ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് തന്നെ ഞാൻ ഹെഡിങ്ങിന് ഇങ്ങനെ സ്റ്റാർ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതേപോലെ പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 സെൻറ്റിമീറ്റർ വിട്ട് ജസ്റ്റ് അടയാളപ്പെടുത്തി സ്ക്വയർ പോലെ പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ അകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. നിങ്ങളൊരു സ്റ്റിക്കർ ഇല്ലെങ്കിൽ ജസ്റ്റ് ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പിക്ചർ വരച്ചു കൊടുത്താലും മതി. അങ്ങനെ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സെലോ ടേപ്പ് ഇട്ട് ഫുള്ളായിട്ട് ഒന്ന് ഇതിന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് വേറൊരു കട്ടിയുള്ള കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. എൻ്റെ ഇരിക്കുന്ന കാർഡ്ബോർഡ് ഇത്തിരി കട്ടി കുറവാണ്ടാണ് ഞാൻ ആദ്യം ബൈൻഡിൽ ചെയ്തിട്ട് പിന്നെ ഈ ചെറിയ കാർഡ്ബോർഡിലോട്ട് വെച്ചത്. നിങ്ങളെ ഇരിക്കുന്ന കാർഡ്ബോർഡ് ഭയങ്കര സ്ട്രോങ്ങും കട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ A4 സൈസിൽ ഗ്രിഡ് ലൈൻ വരച്ചില്ലേ അതെടുത്ത് നേരെ കാർഡ്ബോർഡിൽ ഒട്ടിക്കാം. ഇതിൻ്റെ അകത്ത് സ്കെച്ച് പെന്നിട്ട് എഴുതിയിട്ട് വളരെ ഈസി ആയിട്ട് മായ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യണേ.